ഹായ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചോ? പിന്നെ നമ്മൾ ഒരാൾ നന്നാവുന്ന മറ്റൊരാൾക്ക് കണ്ടുകൂടാന്ന് പറയുന്നത് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതങ്ങനെയാണ്, അങ്ങനെയുണ്ടാവും. അത് ശരിക്കും സത്യമാണല്ലേ? കാരണം ഞാനും അത് അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം ഉണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഉണ്ടാവേണ്ട നിൽക്കില്ലല്ലോ, ഉണ്ടാവും. പല കുടുംബത്തിൽ പലർക്കും പല അനുഭവങ്ങളായിരിക്കും. ചിലപ്പോൾ കുടുംബക്കാരായിരിക്കാം, ചിലപ്പം അയൽവാസികളായിരിക്കാം, ചിലപ്പം ഇവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം. പലർക്കും പല അനുഭവങ്ങളാണ്, പലർക്കും പല കഥകളുണ്ടാവും. ശരിക്കും അത് സത്യമാണ്. പഴയ കാരണവന്മാർ പറയുന്നതൊക്കെ പഴയ ആൾക്കാർക്ക് പറയുന്നുണ്ട്, അത് വളരെ കറക്റ്റാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരെങ്ങനെ ജീവിച്ച് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ മാറ്റങ്ങളൊക്കെ അസൂയും കുശുമ്പുമായിട്ട് നടന്നിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? നമുക്കെങ്ങനെയാണോ ജീവിക്കാൻ പറ്റുന്നത് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകും. അല്ലാണ്ട് മറ്റുള്ളവർ നന്നാവുന്നത് ഇഷ്ടമല്ല, മറ്റുള്ളവർ നന്നാവുന്നത് എന്താ പറയുക, കണ്ണുകടി, ഇങ്ങനത്തെ സ്വഭാവമൊക്കെ എന്തിനാണ്? നമുക്കൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ജീവിതത്തിൽ. ചിലപ്പോൾ ഇരുന്ന ഇരിപ്പിൽ തന്നെ തീർന്നു. അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ അല്ലേ? എന്തിനാണ് ഇതൊന്നും എന്താ പറയുക, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒരു അർത്ഥമല്ല തോന്നുന്നു. മറ്റുള്ളവർ നന്നാവുന്നത് കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയൽവാസികൾക്ക് ഇഷ്ടപ്പെടില്ല. കുശുമ്പും എന്താ, നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്. ഞാൻ അറിയാനായിട്ട് ചോദിക്കട്ടോ. നമ്മളെ മലയാളീസിലുള്ള ഈ പ്രശ്നങ്ങൾ തോന്നുന്നത് എനിക്കുണ്ട്. ഞാനൊക്കെ ലോക്ക് ആയ പോലെയാണ് നമ്മളൊക്കെ ഒരവസ്ഥ. നമ്മളൊന്നും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഓരോരോ പ്രശ്നങ്ങൾ ഒക്കെ ആയിട്ട്. ഭയങ്കര ഒരു പ്രയാസമാക്കുന്ന ഒരു സംഭവങ്ങളാണ്. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണം ആഗ്രഹിക്കുന്ന ആൾക്കാർ. അതിലും ചവിട്ടി തീർക്കുന്ന ഒന്നിനാണ് നമ്മൾ. അതെനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ കാര്യമില്ല, പലരും ഉണ്ടാവും അങ്ങനെ. എന്തിനാലേ ഈ പണം ഉള്ളവർക്ക് വീണ്ടും പണം ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുക, മൈൻഡ്, പിന്നെയും വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു മൈൻഡ്. എന്താ, ഒരു അസുഖം വന്നാൽ തീരാവുന്ന പ്രശ്നമുള്ള ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത്, അതിനൊന്നൊരു അർത്ഥമല്ല. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പൈസയിൽ അങ്ങനെ ജീവിച്ചു പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് കുറേ പൈസയും കുറേ ഇതൊക്കെ ആയിട്ട് പെട്ടെന്നൊരു കാലത്ത് ഒരു ടൈമിൽ ഒന്നുമില്ലാണ്ട് വരുന്നിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നാണക്കേടൊക്കെ ഉണ്ടാവും. ഇത് പണ്ടേ മുതലേ എങ്ങനെയെങ്കിലും ജീവിച്ച് വരുന്നവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു. ഉള്ളവർക്ക് ഇല്ലാണ്ട് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത്. ശരിയല്ലേ? ശരിയാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് ഇതാണ്. ഈ അസൂയയും കുശുമ്പും ഒരാൾ നന്നാവുന്നത് കണ്ടുകൂടാ.
അതൊക്കെ മാക്സിമം ഒഴിവാക്കി എല്ലാവരും. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, പൈസ ഉണ്ടെങ്കിൽ പൈസ കൊണ്ട് ജീവിച്ചോട്ടെ. ഒരു കാറ് വാങ്ങുകയാണെങ്കിൽ കാറ് വാങ്ങിക്കോട്ടെ, വീട് വെക്കുകയാണെങ്കിൽ വീട് വെക്കട്ടെ. അതിലൊന്നും മറ്റുള്ളവർ കണ്ടിട്ട് അസൂയയും അത് മുടക്കിയിട്ട് ജീവിച്ചിട്ടും ഒരു കാര്യമില്ല. ഒരാളൊരു ശിക്ഷ ചെയ്താൽ അത് അവർ ആ ജന്മത്തിൽ അവർ അനുഭവിച്ചിട്ടേ അത് പോകും. അതാണ് സത്യം. എന്ത് ദ്രോഹിച്ചാലും അവരത് ആ ജന്മത്തിൽ അനുഭവിച്ചിട്ടേ അവർ പോകും. ഉറപ്പാണ്. അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പം ഇനിയെങ്കിലും അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ മൈൻഡുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടികളൊക്കെ ഒഴിവാക്കുക. നല്ല രീതിയിൽ എല്ലാവരും സ്നേഹിച്ചിട്ട്, എല്ലാവരും സഹായിച്ചിട്ട്, എല്ലാവരും കൂടെ നിന്നിട്ട്, അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കി. നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടും. ഉറപ്പാണ്. സത്യമാണ്. ഉറപ്പാണ്. ശരി, അടുത്ത വീഡിയോ കേട്ടോ. ഓക്കെ, ബൈ.